ഹായ് ഗൈസ്, ഞാൻ ഇന്ന് വയനാട്ടിൽ നിന്ന് തിരിക്കുകയാണ്. ഞാൻ ഇന്നലെ വൈകിട്ട് 6 മണിക്ക് എത്തിയാണ് വയനാട്ടിലേക്ക്. എന്നിട്ട് ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്ത്, അവിടെ ചുരം കയറി ഇവിടെ തന്നെ ഒരു റൂമുണ്ട്, അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം വൈകിട്ട് 4 മണിക്കാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഒരു 4 മണി 4:15 അവിടെ നിന്ന് ചുരം ഇറങ്ങുമ്പോൾ ഞാൻ പതുക്കെ ഇറങ്ങിയുള്ളൂ. അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയായിരുന്നു ആ ടൈമിൽ. ഒരു 4 മണി 4:30 5 മണി ആ ടൈമിൽ നല്ല കാലാവസ്ഥ, ചുരം ഇറങ്ങുന്ന ടൈമിൽ നല്ല ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ ഇറങ്ങിയുള്ളൂ ഞാൻ. പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ വന്ന് ജസ്റ്റ് ഒന്ന് കുളിച്ച് നേരെ കിടന്നുറങ്ങിയത്. പിന്നെ എഴുന്നേൽക്കുന്നത് രാത്രി 10 മണിക്കാണ്. എന്നിട്ട് ചെറുതായി ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും കിടന്ന് പിറ്റേ ദിവസം രാവിലെ ചെറിയ സ്ട്രെച്ചിങ്ങും യോഗ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒന്ന് ഫ്രീ ആയതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ വൈകുന്നേരം 4 മണിക്കാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഞാൻ പിന്നെ വേറെ കുഴപ്പവും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ സ്വാഭാവികമല്ല, നമ്മൾ സൈക്കിളോട്ട് നല്ല ക്ഷീണം ഉണ്ടാവും. പിന്നെ പതിയെ ഇരുട്ടാവാനായി, സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 5 മണി 6 മണി 7 മണിയൊക്കെ ആയി, 8 മണിയായി. പിന്നെ എൻ്റെ സൈക്കിളിൻ്റെ ലൈറ്റ് കുറച്ച് കുറവാണ്, ചാർജ് ഇല്ലാത്തതുകൊണ്ട് എന്തോ ചാർജ് നിൽക്കണില്ല. പിന്നെ ലോറിക്കൊന്ന് കൈയാട്ടിയല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ കഴിഞ്ഞ വർഷം പോയപ്പോൾ റിട്ടേൺ വന്നത് ലോറിക്കാണ്. അത് വിചാരിച്ചിട്ട് ഞാൻ കുറേ ഒന്ന് കൈയാട്ടി നോക്കി, ഒരൊറ്റ ലോറി നിർത്തിയില്ല. അങ്ങനെ വീണ്ടും അവിടെ നിന്ന് സൈക്കിൾ എടുത്തിട്ട് നേരെ വിട്ട് കോഴിക്കോട് ബീച്ചെത്തി. കോഴിക്കോട് രക്ഷയില്ല, നല്ല തിരക്കായിരുന്നു കേട്ടോ. എന്തോരം ആൾക്കാരാണ്. അവിടെ എത്തിയ തന്നെ ഒരു 10:45 ഞാൻ കോഴിക്കോട് എത്തുമ്പോൾ. അങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്ത്. ആൾക്കാരൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ മാസ്കും വെച്ചിരുന്നു. അതുപോലെ തന്നെ സൈക്കിൾ കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് ബീച്ചിൽ കൂടെ, മണലിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, ആരും ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്നും പതുക്കെ ഞാൻ തിരിക്കാൻ തുടങ്ങി. എൻ്റെ ഷോൾഡർ അതുപോലെ തന്നെ ബാക്കും നല്ല പെയിൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സൈക്കിളോട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് സ്ട്രെച്ചൊക്കെ ചെയ്തിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ബാഗ് എടുത്തിട്ട് നേരെ ഹാൻഡിലിൻ്റെ മേലെ വെച്ച്. അപ്പോൾ വലിയ കുഴപ്പം. പിന്നെ സൈക്കിളിൻ്റെ ലൈറ്റിൻ്റെ ചാർജിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. തീരെ അതിൽ ചാർജ് നിൽക്കുന്നില്ല. അതുകൊണ്ട് സൈക്കിളിൻ്റെ ലൈറ്റ് കുറവായിരുന്നു. ഞാൻ കുറച്ചൊന്നും ഇടങ്ങറായി ആ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട്. ഇപ്പം മിന്നൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു വെളിച്ചത്തിലും പിന്നെ വണ്ടിയുടെ ലൈറ്റ് കൊണ്ടാണ് ഞാൻ അങ്ങനെ പോയത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് സർബത്തൊക്കെ ഒന്ന് കുടിച്ച് അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്ത് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ ഞാൻ സൈക്കിൾ ഓട്ടി പോയിട്ടുള്ളത്. അപ്പോൾ തന്നെ രാത്രി 2 മണി ആയിക്കണം. പിന്നെ അവിടുന്ന് സൈക്കിൾ ഓട്ടുമ്പോൾ പിന്നെ അടുത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത മഴയാണ്. എല്ലാ മഴയും ഞാൻ കൊണ്ടുക്കണം, ഒരു മഴ പോലും മിസ്സാക്കിയിട്ടില്ല. എല്ലാ മഴ ഞാൻ തന്നെ കൊണ്ടുക്കണം. പക്ഷെ നല്ല സുഖം ഉണ്ടായിരുന്നു. നല്ല ക്ഷീണമുള്ളതുകൊണ്ട് ഈ മഴ കൊള്ളുമ്പോൾ സൈക്കിൾ ഓട്ടാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. പിന്നെ പുലർച്ചെ 4:30 ഞാൻ കോട്ടക്കലെത്തുന്നത്. കോട്ടക്കലെത്തിയപ്പോൾ ഞാനൊന്ന് റെസ്റ്റ് എടുത്ത് കോട്ടക്കലെത്തിയപ്പോഴാണ് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്ന ബസ് സ്റ്റോപ്പിൽ കിടന്നു. ഒരു 10 മിനിറ്റ് ആയപ്പോൾ ഒരു വൃത്തിയായിട്ടൊരു നായ കുറച്ച് ഞാൻ എഴുന്നേറ്റ് എൻ്റെ ഉറക്കം കളഞ്ഞു. എന്നിട്ട് ഞാൻ അവിടുന്ന് ഒരു 5 മണി 5:15 അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ എടപ്പാൾ എത്തുന്ന ഒരു 8:30 ആകുമ്പോൾ എടപ്പാൾ എത്തിയത്. എനിക്ക് ക്യാമ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് ഒരൊറ്റ മൈൻഡ് സെറ്റ് ഉണ്ടായിട്ടുള്ളൂ, ക്യാമ്പ് ആകുമ്പോഴത്തേന് എനിക്ക് അവിടെ എത്തണം. ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ കറക്റ്റ് ടൈമിന് എൻ്റെ ക്യാമ്പ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഇത്ര വീഡിയോകളൊക്കെ ബൈ.